നമസ്കാരം. വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് BJP നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭരണത്തിൽ സജീവമായിരിക്കുകയാണ് പ്രധാനമന്ത്രി. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിറ്റേ ദിവസം തന്നെ പ്രധാനമന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ദില്ലിയിലെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തി ചുമതലയേറ്റ അദ്ദേഹം കർഷക ക്ഷേമ പദ്ധതിയായ PM കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് ആദ്യം ഒപ്പുവെച്ചത്. രണ്ടാമതായി ടിബറ്റിലെ ചില പ്രദേശങ്ങളുടെ പേരുമാറ്റമാണ് കേന്ദ്രം ആലോചിക്കുന്നത്. അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റി ഇന്ത്യയെ പ്രകോപിപ്പിച്ച ചൈനയ്ക്കുള്ള മറുപടിയായിരിക്കും ഇത്. ടിബറ്റിലെ 36 സ്ഥലങ്ങളുടെ പേര് മാറ്റാനാണ് ഒരുങ്ങുന്നത്. തന്ത്രപരമായ നാമകരണ ആക്രമണമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. ചൈനയുടെ ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ സ്ഥാനങ്ങളുടെ പേരുമാറ്റാനുള്ള ഇന്ത്യയുടെ തീരുമാനം അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുമാറ്റാനുള്ള ചൈനയുടെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് മറുപടിയാണ്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്യുന്നത് ഈ മേഖലയെക്കുറിച്ചുള്ള ബീജിംഗിന്റെ അവകാശവാദം ശക്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് ഇന്ത്യ കാണുന്നത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ ആർമിയുടെ ഇൻഫർമേഷൻ വാർഫെയർ ഡിവിഷൻ കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി പോലുള്ള പ്രമുഖ ഗവേഷണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ചൈനീസ് പേരുകൾ ഇല്ലാതാക്കാനും ഇന്ത്യൻ ഭാഷകളിലെ ചരിത്രനാമങ്ങൾ വീണ്ടെടുക്കാനും വിപുലമായ ഗവേഷണം നടത്തിയിരുന്നു. പുതിയ സർക്കാർ അധികാരമേറ്റയുടൻ പേര് മാറ്റേണ്ട സ്ഥലങ്ങളുടെ പൂർണ്ണമായ ലിസ്റ്റ് പുറത്തുവിടുമെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അതേസമയം ആദ്യം ഒപ്പിട്ട കിസാൻ നിധിയുടെ 17ാം ഗഡു വിതരണം ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഫയലിൽ ഒപ്പുവെച്ചതോടെ രാജ്യത്തെ 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപ വിതരണം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ 20,000 കോടി രൂപ നേരിട്ട് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രി ചുമതലയേറ്റതിനു ശേഷം ഒപ്പിട്ട ആദ്യ ഫയൽ കർഷക ക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് തീർത്തും ഉചിതമായ കാര്യമാണെന്നും കർഷകർക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇനിയും കൂടുതൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതേസമയം PM കിസാൻ സമ്മാന നിധിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന 6,000 രൂപ 8,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ രാജസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയ്ക്കൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കർഷകർക്കുള്ള തുക വർദ്ധിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ BJP നൽകിയിരുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു PM കിസാൻ സമ്മാൻ തുക 8,000 രൂപയായി വർദ്ധിപ്പിക്കും എന്നുള്ളത്. അന്നദാത ഉത്താൻ എന്ന സങ്കല്പത്തിൽ ഊന്നിയാണ് രാജസ്ഥാൻ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ പ്രഖ്യാപിക്കുകയുണ്ടായി. ലോകം ഉറ്റുനോക്കിയ 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണ് രാഷ്ട്രപതി ഭവൻ ഇന്നലെ സാക്ഷിയായിരുന്നത്. 3ാമത് ഭരണം നേടിയ മോദി സർക്കാരിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ രാജ്യം ഇനിയും കാണാൻ കിടക്കുന്നതേയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.